السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. قال الله تعالى في القرآن المجيد: لمسجد نسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. صدق الله مولانا العظيم. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. പ്രിയമുള്ള പണ്ഡിതന്മാർ, സഹപ്രവർത്തകരെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചർച്ചയിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല ഇത് ഉപകാരപ്രദമായ ചർച്ചയാക്കി മാറ്റുമാറാവട്ടെ. ആമുഖം നീട്ടിപ്പറയാതെ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളികളിൽ ജുമുഅ ജമാഅത്തിന് വേണ്ടി സ്ത്രീകൾ പുറപ്പെടൽ എന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളക്കരയിൽ ഒരുപാട് കാലമായി തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതുവരെ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് അറിയപ്പെടുന്ന സുന്നികൾ അത് തെളിയിച്ചതുപോലെ ഇവിടെയും അതിന്റെ വ്യക്തമായ ഭാഗം തെളിയിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കുകയും അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്നത് ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ്. പക്ഷേ പറഞ്ഞതിന്റെ അർത്ഥം പുരുഷന്മാർ കയറി വരുന്ന എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് കയറി വരാനും അല്ലെങ്കിൽ അവർക്ക് അവിടെ എത്തിപ്പെടാനും കഴിയും എന്നല്ല. എന്തുകൊണ്ട്? നോക്കൂ നിങ്ങൾ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത്, ആ സ്ഥാനം നൽകുന്നത് പുരുഷനാണ്. സത്യത്തിൽ പുരുഷനെ പോലെ സ്ത്രീയെയും ഉയർത്തിക്കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ആളുകൾ പോലും സ്ത്രീ അവൾ ഇമാം നിന്നുകൂടാ, അവൾ ഖുത്ബ ഓതിക്കൂടാ, അവൾ ഒരു സമൂഹത്തിന് നേതൃത്വം നൽകിക്കൂടാ എന്ന രൂപത്തിൽ അവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, സ്ത്രീ സമൂഹത്തെ റസൂലുള്ളാഹി ഉയർത്തിക്കൊണ്ടുവന്നു എന്നതിന്റെ താല്പര്യം പുരുഷന്മാർ വരുന്ന സ്ഥലത്തേക്കെല്ലാം അവരെ കൊണ്ടുവന്നു എന്നതല്ല. പിന്നെയോ റസൂലുള്ളാഹി നിർദ്ദേശിച്ച രൂപത്തിൽ അവരെ ജീവിക്കാൻ അനുവദിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളികളിൽ ജുമുഅ ജമാഅത്തിന് വേണ്ടി സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറപ്പെടുക, ഈ വിഷയത്തെക്കുറിച്ച് എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ആധികാരികമായി അതിൽ സംസാരിക്കേണ്ടത് പള്ളി അള്ളാഹുവിന്റെ വീടായതുകൊണ്ട് അള്ളാഹുവാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ വരൂ. സ്ത്രീ പള്ളിയിലേക്ക് വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണോ നിരുത്സാഹപ്പെടുത്തുകയാണോ ചെയ്തത്? വ്യക്തമായ ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിക്കട്ടെ, അള്ളാഹു പറയുന്നത് ആരാണ് പള്ളിയിലേക്ക് വരേണ്ടത്? ലമസ്ജിദുൻ നുസ്സിസ അലത് തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. സൂറത്തു തൗബയുടെ 108ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് കാണും, ആരാണ് പള്ളിയിലേക്ക് വരേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ആ പള്ളിയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഫീഹി റിജാലുൻ. ഏത് പള്ളി? അവിടെ പുരുഷന്മാരുള്ള പള്ളി. ഈ പള്ളിയാണ് നബിയെ നിങ്ങൾക്ക് നിസ്കരിക്കാൻ നല്ലത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയുടെ 108ാമത്തെ ആയത്ത്. അപ്പൊ പള്ളിയിലേക്ക് ആര് വരണമെന്ന് പള്ളിയുടെ ഉടമസ്ഥ
ഉടമസ്ഥനായ അല്ലാഹു തആല വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ് എന്നാണല്ലോ നമ്മൾ സാധാരണ പറയാറുള്ളത്. ആ അല്ലാഹു തന്നെയാണ് ഇത് പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കൂ, സൂറത്ത് നൂറിലേക്ക് കടന്നു വരൂ. അവിടെയും കാണാം ഫീ ബുയൂത്തിൻ അദിലല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഉദുവി വല്ലാസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറ. കണ്ടോ നിങ്ങൾ, അല്ലാഹു തആല സൂറത്ത് നൂറിന്റെ 36-ാമത്തെ ആയത്തിൽ നമ്മോട് പറയുന്നത് കാണും. വിശുദ്ധ ഖുർആൻ 36-37 ആയത്തിൽ അല്ലാഹുവിന്റെ പള്ളി, ആ പള്ളിയിൽ ദിക്ർ ചൊല്ലാനും അല്ലാഹുവിനെ സ്മരിക്കാനും അനുവാദം നൽകപ്പെട്ട പള്ളിയിൽ അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും ആര്? റിജാലുൻ, പുരുഷന്മാരെന്നാണ് അവിടെ പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യമായി ഞങ്ങൾക്ക് പറയാനുള്ള വാദം അതെന്താണ് എന്നറിയുമോ? സ്ത്രീ പള്ളി പ്രവേശം, ആ പുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളികളിലേക്ക് സ്ത്രീകൾ കടന്നു വരിക എന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ്. ഒരു കാലത്തും അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതിന്റെ തെളിവാണ് ഞാൻ ഓതിയ ആയത്ത്. പള്ളിയിൽ ആരാണുള്ളത്? റിജാലുൻ ലാ തുൽഹീഹിം വലാ തിജാറ. ഇനി ഈ ആയത്തിനെ ഞങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയണ്ട. എന്തുകൊണ്ട്? ഈ ആയത്ത് വിശദീകരിച്ച പണ്ഡിതന്മാർ മുഴുവനും എന്തുകൊണ്ടാണ് ഇവിടെ റിജാലുൻ എന്ന് പറഞ്ഞതെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ഫഖ്റുദ്ദീൻ റാസി, ഇദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീർ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലിമ ഖുസ്സർ റിജാലു, എന്തിനാണ് ബിദ്ദിക്രി പുരുഷന്മാരെ മാത്രം ഇവിടെ പറഞ്ഞത്? എന്തിനു വേണ്ടിയാണ്? ഇമാം റാസി പറഞ്ഞു, ലിഅന്നൻ നിസാഅ, സ്ത്രീകൾ, ലസ്ന, സ്ത്രീകളല്ല, മിൻ അഹ്ലി തിജാറാത്തി വൽ ജമാഅത്ത്. അതെ, വൽ ജമാഅത്ത്. ഇമാം റാസി അടിവരയിട്ട് പറയുന്നു, അതേ, സ്ത്രീകൾ ജമാഅത്തിന് വരേണ്ടവർ അല്ല. വൽ ജമാഅത്ത്, ജമാഅത്തിന് വരേണ്ടിയവർ അല്ല സ്ത്രീകൾ. അപ്പൊ സ്ത്രീ അതിനെ പള്ളിയിലേക്ക് വരലിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതാണ് ഖുർആനിന്റെ സ്ഥിതി. ഇനി നിങ്ങൾ വരൂ, രണ്ടാം പ്രമാണമായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹിയുടെ വാക്കിലേക്ക് നാം അങ്ങോട്ട് കടന്നു ചെന്നാൽ അവിടുന്ന് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്താണ് സുഹൃത്തുക്കളെ? പള്ളി അത് പുരുഷനുള്ളത് തന്നെ. നോക്കൂ നിങ്ങൾ, തർക്കമില്ലാത്ത ഹദീസ്, മഹാനായ ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ കൊണ്ടുവന്ന ഹദീസ്, ഇമാം നബവി ഇമാം ബുഖാരിയുടെ നിബന്ധനയനുസരിച്ച് സ്വീകാര്യോഗ്യമാണെന്ന് പ്രഖ്യാപിച്ച ഹദീസ്, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. അത് ഓർമ്മപ്പെടുത്തിയത് ആരെയാണ്? കേരളത്തിലുള്ള മുസ്ലിമീങ്ങളെ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും വിളിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകളെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് തന്നെയാണ് ഉത്തമം, അത് തന്നെയാണ് ഖൈർ. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പള്ളി പ്രവേശനം അത് പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയാൻ യാതൊരു വഴിയുമില്ല. അത് തർക്കമില്ലാതെ സ്ഥിരപ്പെടുന്നു. നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിൽ തെളിയിക്കപ്പെട്ട ഒരു വിഷയത്തിന് വേണ്ടിയാണല്ലോ ഒരു സമൂഹം തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്ഭുതമല്ലേ കാര്യം? വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരെ വീടാണ് അവർക്ക് ഉത്തമമെന്ന് ഒരു സമൂഹത്തിന്റെ നേതാവ് പറഞ്ഞാൽ ആ സമൂഹത്തിന്റെ അനുയായികൾ പിന്നെ അതിൽ തർക്കിക്കേണ്ടതുണ്ടോ സഹോദരങ്ങളെ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കൂ. പരിശുദ്ധ ഖുർആനും മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും രണ്ട് പ്രമാണങ്ങളും സ്ത്രീയെ വീട്ടിൽ തന്നെ ഇരിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു. പോരാ, ഈ രണ്ട് പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന റസൂലുള്ള മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിം ലോകം മുഴുവനും നോക്കൂ. കേരളത്തിൽ മുജാഹിദ് വന്ന കാലമുണ്ടായിരുന്നു. അന്ന് അവർ പള്ളിയിൽ പോകണമെന്ന് വാദിച്ചിട്ടില്ലായിരുന്നു, അല്ലേ? അത് നമുക്കറിയാവുന്നതല്ലേ? ആ രൂപത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ഒന്നാകെയുള്ള തീരുമാനം എന്താണ്? പള്ളിയിലേക്ക് വരേണ്ട എന്നാണ്, അല്ലേ? കാരണം എന്തുകൊണ്ട്? പ്രമാണങ്ങൾ അങ്ങനെ വിശദീകരിച്ചാൽ ആ പ്രമാണങ്ങൾ അംഗീകരിക്കുക എന്നത് മാത്രമാണ് മുസ്ലിം സമൂഹത്തിന് മാർഗമുള്ളത്. അതുകൊണ്ടാണ് ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്ന ആളുമായ മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പഠനം നടത്തി എന്ന് പറയുമ്പോൾ നാം പഠിച്ചതുപോലെ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും പരിഭാഷ നോക്കിയിട്ട് ഹദീസ് വായിച്ചതല്ല, മറിച്ച് ലക്ഷക്കണക്കിന് ഹദീസുകൾ
വെച്ച് പഠനം നടത്തിയ മഹാനായ അല്ലാമ ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിലെത്തിക്കുമാറാവട്ടെ. ആ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പ്രഖ്യാപിച്ചു, മുഅ്മിനീങ്ങളെ ഒരു കാര്യം ഞാൻ പറയാം, വലം നഅലം മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന ഇംറാഅത്തൻ ഖറജത് ഇലാ ജുമുഅത്തിൻ വലാ ജമാഅ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ റസൂലുള്ളാഹിയുടെ തൊട്ടപ്പുറത്തെ റൂമിൽ തന്നെ ഉണ്ടായിട്ട് ഒരൊറ്റ പെണ്ണും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ നിന്നോ അവിടുത്തെ മക്കളിൽ നിന്നോ ഒരാൾ പോലും ജുമുഅക്കോ ജമാഅത്തിനോ വന്നില്ല എന്ന് മാത്രമല്ല, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ആ വാക്കുകൾക്ക് അടിവരയിട്ടുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞു, വമാ അലിംതു അഹദൻ മിൻ സലഫിൽ മുസ്ലിമീന അമറ അഹദൻ മിൻ നിസാഇഹി ബിഇതിയാരി ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ ഫീ ലൈലിൻ വലാ നഹാർ വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ ലഅമറൂഹുന്ന. കണ്ടോ, ഇമാം ഷാഫിഈ അടിവരയിട്ടത് രേഖപ്പെടുത്തി കളഞ്ഞു. വമാ അലിംതു, എന്റെ പഠനം ആധികാരികമായി ഞാൻ നടത്തിയിട്ട് പോലും എനിക്കറിയാൻ കഴിഞ്ഞില്ല, അഹദൻ ഒരാളെയും അറിയാൻ കഴിഞ്ഞില്ല, മിൻ സലഫിൽ മുസ്ലിമീന മുസ്ലിമീങ്ങളിൽ നിന്നുള്ള സലഫികൾ എന്ന് പറഞ്ഞാൽ മുൻഗാമികളും അതുപോലെ മുസ്ലിം സമൂഹം പിന്തുടരപ്പെടുന്ന ആളുകൾ, അവരാണല്ലോ സലഫികൾ. ആ സമൂഹത്തിൽ നിന്ന് പോലും ഒരാളെയും ഞാൻ കണ്ടില്ല. അമറ അഹദൻ മിൻ നിസാഇഹി, ഏതെങ്കിലും ഒരു പെണ്ണിനോട് അവരുടെ ഭാര്യമാരോട് അവർ സ്ത്രീ പള്ളിയിലേക്ക് പോവാൻ വേണ്ടി ജമാഅത്തിന് പോവാൻ വേണ്ടി കൽപ്പിച്ചതായി ഞാൻ കണ്ടില്ല. മിൻ ലൈലിൻ, രാത്രിയും കണ്ടില്ല, വലാ നഹാരിൻ, പകലിലും കണ്ടില്ല. വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ. ഇമാം ഷാഫിഈ വിശദീകരിച്ച് അവസാനം പറഞ്ഞു, ഇമാം ഷാഫിയോട് മറുപടി പറയാൻ നമുക്ക് എങ്ങനെയാവും സഹോദരങ്ങളെ? 4 ഹദീസ് പോലും അറിയാത്ത നമ്മൾ ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച ഷാഫി ഇമാമിനോട് തർക്കിക്കാൻ കഴിയുമോ? ഷാഫി ഇമാം പറഞ്ഞു, വലൗ കാന ലഹുന്ന ഫദ്ലുൻ, സ്ത്രീകൾക്ക് വല്ല ഫദ്ലും ഉണ്ടായിരുന്നുവെങ്കിൽ കണ്ടോ, ലഅമറൂഹുന്ന, ഭാര്യമാരോട് പോവാൻ വേണ്ടി അവർ കൽപ്പിക്കുമായിരുന്നു ഇമാമുന ഷാഫിഈ. അപ്പൊ ഫദ്ലില്ല, അതുകൊണ്ട് കൽപ്പിച്ചതുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് സ്ത്രീ പള്ളി പ്രവേശനം എന്ന് പറയുന്ന വിഷയം, അഥവാ അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളികളിൽ ജുമുഅ ജമാഅത്തിന് വേണ്ടി സ്ത്രീകൾ വരിക എന്ന വിഷയം അത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നു. ഒരു കാരണവശാലും ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആന്റെ ഭാഷ്യം അതാണ്, അതേ ഹദീസ് അതാണ് പഠിപ്പിച്ചത്, ഇമാമിയങ്ങൾ അതാണ് പറഞ്ഞത്. ലോക മുസ്ലിം ചരിത്രത്തിൽ ഇന്നേ വരെ അങ്ങനെയാണ് കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും സംശയിക്കണ്ട. ഞങ്ങൾ ഉറപ്പിച്ച് അന്ന് മുതലേ പറയാൻ പോകുന്ന ഒരു വാദം അതെന്താണ്? വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകളെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടാണ് ഉത്തമം. ഈ ആശയം അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഞങ്ങളത് പറയുക മാത്രമല്ല, അതിന്റെ തെളിവുകൾ ഓരോന്നായി ആവശ്യാനുസരണം ഞങ്ങൾ തെളിയിക്കും. അവിടെ പോയി ഇവിടെ പോയി എന്നൊന്നും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. അതൊക്കെ കണ്ട ആളാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ട ഇമാം നബവി അവരാണ് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞത്, വലം നഅലം മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന ഇംറാഅത്തൻ ഖറജത് ഇലാ ജുമുഅത്തിൻ വലാ ജമാഅ, ഒറ്റ ജുമുഅക്കോ ഒരു ജമാഅത്തിനോ പോയതായി തെളിവില്ല എന്ന് വ്യക്തമായി ഇമാം ഷാഫിഈ രേഖപ്പെടുത്തി. അതുകൊണ്ട് ലോക മുസ്ലിമീങ്ങളോട് ചോദിക്കട്ടെ, ഇമാം ഷാഫിഈയും ഖുർആനും ഹദീസും നിരുത്സാഹപ്പെടുത്തിയ ഒരു വിഷയത്തെ, സ്ത്രീകളുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ എന്തിനു നാം തകർക്കണം? എന്തിനു സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുവരണം? അതാണ് നമുക്ക് പറയാനുള്ളത്. പള്ളിയിലേക്ക് എന്തിനാ വരുന്നത്? അതുമാണല്ലോ നമ്മൾ ചിന്തിക്കുക. എന്തിനാ പള്ളിയിലേക്ക് വരുന്നത്? പള്ളിയുടെ ബിൽഡിംഗ് കാണാനാണോ? അങ്ങനെയാണ് ഈ ഓഡിറ്റോറിയത്തിൽ പോയാൽ മതി. അല്ല, പിന്നെന്തിനാ? കൂലി കിട്ടാനല്ലേ? അതിനല്ലേ പെണ്ണിനെ പള്ളിയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ കൂലി റസൂൽ എന്ന് പറയുന്നത് ആ കൂലിയേക്കാൾ നല്ല കൂലി എവിടെയാണ്? ഇബ്നു ഹുസൈ